ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ പോവുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴമുണ്ടോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളുകൾ പുറത്തു വന്നപ്പോൾ വലിയ വിമർശനം പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ ജനവിധിയാണ് അത് എന്നതായിരുന്നു BJPയുടെ നിലപാട്. ഇതിൽ ഇന്ത്യ സഖ്യം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ രാജ്യം ആര് ഭരിക്കും എന്ന് അറിയാൻ. ഇന്ത്യ സഖ്യം ഇപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ്. 295 സീറ്റ് നേടാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ഒപ്പം തന്നെ അവിടെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് പോലും ഇന്ത്യ സഖ്യം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ BJP ആകട്ടെ ആദ്യ 100 ദിന കർമ്മ പരിപാടി, അതിന്റെ ചർച്ചകൾ, ഒപ്പം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വിലയിരുത്തലുകൾ അതെല്ലാം നടക്കുന്നു. ആ തരത്തിലേക്ക് ഈ രണ്ട് മുന്നണികളും ഒരുപോലെ സജ്ജമാണ്. ഇനിയിപ്പോൾ ജനവിധി എന്ത് എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നമ്മൾ എല്ലായിടങ്ങളിലേക്കും ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ്. അവസാന റൗണ്ടിൽ എങ്ങനെയാണ് ട്രെൻഡ്, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. റോഡ് ടു ഡൽഹിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. രാജ്യം ആകാംക്ഷയുടെ മുൾമുനയിലാണ്. നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴമോ അതോ ഇന്ത്യ മുന്നണിക്ക് അപ്രതീക്ഷിത വിജയമോ? ഉത്തരം മണിക്കൂറുകൾക്കകം അറിയാം. രാജ്യതലസ്ഥാനത്ത് നിന്നുള്ള വോട്ടെണ്ണലിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ 24-ൽ. രാജ്യം ഉറ്റുനോക്കുന്ന തിരുവനന്തപുരത്തെ വോട്ടെണ്ണൽ. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്ന്യൻ രവീന്ദ്രനും ഏറ്റുമുട്ടിയ പ്രസ്റ്റീജിയസ് മണ്ഡലം. പിന്നെ ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ മണ്ഡലങ്ങൾ. തെക്കൻ കേരളത്തിന്റെ ജനവിധി എന്തെന്ന് മണിക്കൂറുകൾക്കകം അറിയാം. എല്ലാ മണ്ഡലങ്ങളിലെയും കൃത്യമായ ലീഡും ഫലവും ഏറ്റവും ആദ്യം നാളെ രാവിലെ 24-ൽ. ഇന്ത്യൻ ഭരണം ആർക്കെന്ന് നിശ്ചയിക്കുന്ന 80 സീറ്റുകളുള്ള വലിയ സംസ്ഥാനം. യോഗി മോദി മാജിക് UPയിൽ വൻ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് BJP. ഇത്തവണ തിരിച്ചുവരുമെന്ന സമാജ്വാദി പാർട്ടി. പഴയ പ്രതാപത്തിന്റെ നിഴലെങ്കിലുമാകുമെന്ന കോൺഗ്രസ്. എക്സിറ്റ് പോൾ പ്രവചനം BJP തൂത്തുവാരുമെന്നാണ്. ഉത്തർപ്രദേശിന്റെ ഉറക്കമില്ലാത്ത രാത്രി പിന്നിട്ട് നാളെ രാവിലെ മുതൽ UPയിലെ ലീഡും ഫലവും ഏറ്റവും ആദ്യം 24-ൽ. വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം പൊടിപൂരമായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ വീറും വാശിയുമേറിയ പോരാട്ടം. ഇനി ജനവിധി നാളെ അറിയാം. ആദ്യം വിധി അറിയിക്കാൻ ടീം 24 മലബാർ തയ്യാറാണ്. വടകരയിലെ പോരാട്ടമാണ് കനത്തത്. അതുകൊണ്ട് തന്നെ ജനവിധിയിൽ ആകാംക്ഷകൾ ഏറെയുണ്ട്. വിധി പ്രവചനാതീതമാണ് പല മണ്ഡലങ്ങളിലും മലബാർ മേഖലയിൽ. ബംഗാളിലെ രാഷ്ട്രീയ ചിത്രം എന്താകുമെന്ന് മലയാളികൾക്ക് ആകാംക്ഷയുണ്ട്. എക്സിറ്റ് പോൾ പ്രവചനം ശരിവെച്ച് BJP കുതിക്കുമോ അതോ മമതാ മാജിക് BJPയെ തടയുമോ? കനലൊരു തരിയാകാൻ CPIMന് സീറ്റ് കിട്ടുമോ? ബംഗാളിലെയും ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലെയും വോട്ടെണ്ണൽ വിവരങ്ങൾ ഏറ്റവും ആദ്യം 24-ൽ. മാറിമറിയുന്ന മഹാരാഷ്ട്രീയത്തിൽ ആരാകും കരുത്തർ? ശരത് പവാറിന്റെയും അനന്തരവൻ അജിത് പവാറിന്റെയും പവർ പ്ലേ കാണുന്ന നാട്. ശിവസേന നെടുകെ പിളർന്ന മണ്ണ്. മറാഠ മനസ്സ് ആർക്കൊപ്പമെന്ന് ചിന്തിക്കുന്ന ഉറക്കമില്ലാത്ത രാത്രിയാണ് മഹാരാഷ്ട്രയിൽ. മഹാരാഷ്ട്ര ഉൾപ്പെടെ പശ്ചിമേന്ത്യയിലെ വോട്ട് വിവരങ്ങൾ നാളെ രാവിലെ മുതൽ ഏറ്റവും ആദ്യം. താമര വിരിയുമോ ദ്രാവിഡ മണ്ണിൽ? ആധിപത്യം തുടരുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് DMKയും ഇന്ത്യ മുന്നണിയും. ഒരു തിരിച്ചുവരവിന്റെ പ്രതീക്ഷയിലാണ് AIADMK. എക്സിറ്റ് പോളുകളിലെ 5 സീറ്റുകൾ വരെയുള്ള പ്രവചനം വലിയ ഊർജമാണ് NDAക്ക് നൽകുന്നത്. തമിഴകത്ത് ആര് വാഴും ആര് വീഴും? ആദ്യ ഫലസൂചനകൾ, മാറി മാറി വരുന്ന ലീഡ് നില, വിജയപരാജയങ്ങൾ, ആഘോഷ തിമിർപ്പുകൾ, അങ്ങനെ ഓരോന്നും ഓരോ നിമിഷവും നിങ്ങളിലേക്ക് എത്തിക്കാൻ ടീം 24 ചെന്നൈ ബ്യൂറോ സജ്ജം. സുരേഷ് ഗോപിയിലൂടെ സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കാനാകുമെന്ന് BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന തൃശൂർ ഉൾപ്പെടുന്ന മേഖലയാണ് മധ്യ കേരളം. തീർന്നില്ല. പാലക്കാട്, ആലത്തൂർ, ചാലക്കുടി, ഇടുക്കി, കോട്ടയം, എറണാകുളം ഇങ്ങനെ കനത്ത പോരാട്ടം നടന്ന മണ്ഡലങ്ങൾ വേറെയുമുണ്ട്. ഇവിടങ്ങളിലെ ലീഡ് നില, ഫലസൂചനകൾ എന്നിവ ആദ്യം 24-ലൂടെ അറിയാം. ആകാംക്ഷയുടെ ഈ ഒരു രാത്രി മാത്രം കാത്തിരുന്നാൽ മതി. സംസ്ഥാന ഭരണം കോൺഗ്രസിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം നിൽക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ച കർണാടക. അവശേഷിക്കുന്നത് ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകൾ.
ആർക്കൊപ്പമായിരിക്കും കന്നഡിഗരുടെ മനസ്സ്? നാളെ രാവിലെ മുതൽ മലയാളം വാർത്താ ചാനലുകളിൽ ഏറ്റവും ആദ്യം കർണാടകയിലെ ലീഡ് നിലയും ഫലവും 24-ൽ. കാലുമാറ്റങ്ങൾക്ക് പേരുകേട്ട ആയാറാം ഗയാറാം രാഷ്ട്രീയത്തിന്റെ നാട്. ഇപ്പോഴും കൂറുമാറ്റവും കാലുമാറ്റവും തുടരുന്ന മണ്ണ്. ജാട്ട് രാഷ്ട്രീയത്തിന്റെ സംസ്ഥാനം. ഹരിയാന ഇത്തവണ ആർക്കൊപ്പമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം. ഹരിയാനയിലെ വോട്ടെണ്ണലും ആദ്യ ഫലസൂചനയും നാളെ രാവിലെ 24-ൽ. ആന്ധ്രയിൽ നിന്നും ലോക്സഭാ വോട്ടെണ്ണൽ നില മാത്രമല്ല, അടുത്ത 5 വർഷം ആന്ധ്ര ആരു ഭരിക്കുമെന്നും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. ഈ രാത്രി ആന്ധ്രയുറങ്ങില്ല. ചന്ദ്രബാബു നായിഡുവിനൊപ്പമാണ് BJP. തുടർഭരണത്തിനുള്ള പോരാട്ടത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡി. തകർന്നടിഞ്ഞ കോൺഗ്രസ് സാക്ഷാൽ YS രാജശേഖര റെഡ്ഡിയുടെ മകൾ ശർമിളയിലൂടെ ഉയർത്തെഴുന്നേൽക്കുമോ എന്നതും പ്രസക്തം. ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ ലീഡു നിലയും ഫലവും നാളെ രാവിലെ ഏറ്റവും ആദ്യം 24-ൽ. അങ്ങനെ പെട്ടിപ്പൊട്ടിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ജനവിധി എന്ത് എന്ന് അപ്പോൾ നമുക്കറിയാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പോകുന്നത് വിവിധ ഇടങ്ങളിലെ ഞങ്ങളുടെ പ്രതിനിധികളിലേക്കാണ്. അവർ ഏറ്റവും ഒടുവിലത്തെ ട്രെൻഡ് എങ്ങനെയാണ്, പ്രതീക്ഷകൾ എങ്ങനെയാണ് എന്നത് തത്സമയം പങ്കുവയ്ക്കും. നാളെ പെട്ടിപ്പൊട്ടിക്കുന്ന സമയത്ത് ഉന്മേഷ് ഏറ്റവും ആദ്യം ജനങ്ങളിലേക്ക് കൃത്യതയാർന്ന ഫലം അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്രയധികം പ്രതിനിധികളെ നമ്മൾ രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് വിന്യസിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം പോകുന്നത് ഡൽഹിയിലേക്കാണ്. ആർ രാധാകൃഷ്ണനുണ്ട്. ആർക്കെ, നേരത്തെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ മുതൽ കാണുന്നത് ഒരു കൗതുക കാഴ്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം NDAയുടെ ആത്മവിശ്വാസം അത് കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയാകട്ടെ അവർ ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന ഒരു വീറും വാശിയും ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. 295 എന്നതിൽ അവരും ഉറച്ചു നിൽക്കുന്നു. ഈ കൗതുക കാഴ്ച എന്ന് പറയുന്നത് ഇരു കൂട്ടരും സർക്കാർ രൂപീകരണത്തെക്കുറിച്ചുള്ള ഒരുക്കങ്ങളിലാണ് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി നൽകാനുള്ള വിവരങ്ങൾ എന്താണ് തലസ്ഥാനത്ത് നിന്ന്? അനുജ, നാളെ വോട്ടെണ്ണി നാളെ മാത്രമേ ഫലം അറിയത്തുള്ളെങ്കിലും ഇന്ന് രാത്രിയിൽ തന്നെ സർക്കാർ രൂപീകരണത്തിനായിട്ട് അനുജ പറഞ്ഞതുപോലെയുള്ള ചരടുവള്ളികൾ നീക്കി തുടങ്ങിയിരിക്കുന്നു രണ്ടു പക്ഷവും. ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ് ഏറെ ശ്രദ്ധേയം. തീർച്ചയായിട്ടും അവർക്ക് എക്സിറ്റ് പോളിൽ തിരിച്ചടിയാണ് പ്രവചനമായി ഉള്ളത്. എന്നാൽ ആത്മവിശ്വാസം അവർ കൈവിട്ടിട്ടില്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്ന വിധത്തിലായിരിക്കും നാളത്തെ ഫലം എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഏതാണ്ട് എല്ലാ നേതാക്കന്മാരും അവകാശപ്പെടുന്നത്. കോൺഗ്രസ് ഇന്ന് ഈ വിഷയത്തിൽ അവരുടെ ദേശീയ നേതാക്കന്മാർ ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യ മുന്നണിയെ ഒപ്പം നിർത്താനും ആവശ്യമായിട്ടുള്ള ഘട്ടത്തിൽ മറ്റ് പാർട്ടികളുമായിട്ട് ആശയവിനിമയം നടത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും ഭരണത്തിലേക്ക് എത്താൻ 10 വർഷത്തിന് ശേഷം സാധിക്കും എന്നുള്ള വിലയിരുത്തലിലാണ് ഇപ്പോഴും ഇന്ത്യ മുന്നണി ഉള്ളത്. മറുവശത്താകട്ടെ ആഘോഷങ്ങൾ എങ്ങനെ വേണമെന്ന് ആലോചിക്കുന്ന തിരക്കിലാണ് BJP നേതൃത്വം എന്ന് പറയാം. അത് നാളെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ, BJP ആസ്ഥാനത്ത് ഉള്ള ആഘോഷ പരിപാടികൾ അടക്കമുള്ളവ ഇതിനകം അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. വാദ്യമേളങ്ങളോടുകൂടി ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ആഘോഷം തുടങ്ങും എന്നാണ് BJP വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനനുബന്ധമായിട്ട് ഭരണതലത്തിൽ 100 ദിന കർമ്മ പരിപാടികൾ അടക്കമുള്ളവ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള നീക്കങ്ങളും BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. BJP ദേശീയ നേതൃത്വം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വലിയ ആത്മവിശ്വാസം കാട്ടുന്നെങ്കിലും അതിനെ ഒരു അന്തിമ വിധിയായി കണക്ക് കൂട്ടാതെ മറ്റ് പ്രാദേശിക പാർട്ടികളെ കൂടി ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. BJPയുടെ ദേശീയ നേതൃത്വം തന്നെ ഇതിനായിട്ട് അവരുടെ ഫ്ലോർ മാനേജർമാരെ പല സംസ്ഥാനങ്ങളിലേക്കും വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്തെ സാഹചര്യത്തിനനുസരിച്ച് അനുകൂലമായിട്ട് അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും BJPയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നാടകീയമായിട്ടുള്ള ഒരു രാത്രി, ഒരു നാടകീയമായ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു രാത്രിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ മുതൽ തന്നെ രാഷ്ട്രീയ ഉഷ്ണമാപിനിയിൽ ഡൽഹി എത്രത്തോളം തിളയ്ക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. കോൺഗ്രസും BJPയും അവരുടെ പാർട്ടിയിലെ അണികളും എല്ലാവരും ഇതിനകം തന്നെ തയ്യാറായിരിക്കുന്നു. വിജയത്തിൽ കുറഞ്ഞൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. നാളെ ഏതാണ്ട് 11 മണിയോടുകൂടി അടുത്ത് വിജയാഹ്ലാദം തുടങ്ങാൻ സാധിക്കുമെന്നാണ് രണ്ട് പക്ഷവും ഇപ്പോഴും കരുതുന്നത്. അനുജ,
ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അനുജ, നമ്മളിനി പോകുന്നത് കേരളത്തിലേക്കാണ്, തെക്കൻ കേരളത്തിലേക്ക്. കഴിഞ്ഞ തവണത്തെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ വെച്ചിരുന്നത്. ഷഫീദ്, LDF-ന് അന്ന് ആശ്വസിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് UDF-ന്റെ കൈകളിലായിരുന്നു സീറ്റുകൾ മുഴുവൻ എന്നത്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും UDF ക്യാമ്പിനാണ് അത് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നത്. LDF-ന്റെ കാര്യം പരിങ്ങലിലാണെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. മറ്റൊന്ന് NDAക്ക് വലിയ പ്രതീക്ഷയുണ്ട് തെക്കൻ കേരളത്തിൽ എന്നുള്ളതാണ്. തിരുവനന്തപുരം ആറ്റിങ്ങലും, അതായത് രണ്ടിടങ്ങളിൽ, പിന്നെ പത്തനംതിട്ടയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ആറ്റിങ്ങൽ, തിരുവനന്തപുരം, തൃശ്ശൂർ എന്ന തരത്തിലേക്കാണല്ലോ. അപ്പോൾ തെക്കൻ കേരളത്തിൽ NDA എന്തായാലും അക്കൗണ്ട് തുറക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷ നിലവിലുണ്ട് താനും. തീർച്ചയായും. ഷഫീദ്, ഈ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി വോട്ടെണ്ണാൻ. ഈ മുന്നണികൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു, പ്രത്യേകിച്ച് എക്സിറ്റ് പോളിന് ശേഷം ഈ താമര വിരിയുമോ എന്നുമായി ബന്ധപ്പെട്ട് LDF-ന്റെ UDF-ന്റെ പ്രതികരണം, അങ്ങനെ ആ നിലയ്ക്ക് ചർച്ചകൾ വികസിക്കുന്നുണ്ടല്ലോ ഷഫീദ്. ഇപ്പോൾ തീർത്തും അൺപ്രഡിക്റ്റബിൾ, അതാണ് തെക്കൻ കേരളത്തിന്റെ ഒരു കൗണ്ടിംഗ് ചിത്രം നമുക്ക് പറയാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനം. എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ രാഷ്ട്രീയ ആകാംക്ഷ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലം കൂടിയാണ് തെക്കൻ കേരളം. കാരണം BJP അക്കൗണ്ട് തുറക്കും, അല്ലെങ്കിൽ BJPക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറഞ്ഞ 3 മണ്ഡലങ്ങൾ അത് തെക്കൻ കേരളത്തിലാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട. സ്വാഭാവികമായും ആ രാഷ്ട്രീയ ഉദ്വേഗം 3 മുന്നണികളെ സംബന്ധിച്ചിട്ടുമുണ്ട്. LDF-നെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ LDF-ന് അങ്കലാപ്പൊക്കെ ഉണ്ട്. അതായത് എക്സിറ്റ് പോളുകൾ തള്ളുന്നുണ്ടെങ്കിലും LDF-ന്റെ മനസ്സിൽ, അല്ലെങ്കിൽ CPM-ന്റെ മനസ്സിൽ അങ്കലാപ്പുണ്ട്. അത് BJP അക്കൗണ്ട് തുറക്കുന്നു എന്നതിനപ്പുറം ഏതെങ്കിലും കേന്ദ്രത്തിൽ BJP വോട്ട് വിഹിതം കൂട്ടിയാൽ അത് സ്വാഭാവികമായും ആരുടെ ഉത്തരവാദിത്തം എന്നുള്ള ചോദ്യം കൂടി തെക്കൻ കേരളത്തിൽ ഉയരുന്നുണ്ട്. ഇനി ഓരോ മണ്ഡലങ്ങളും ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലം, അത് BJP അവരുടെ ഫസ്റ്റ് ക്ലാസ് മണ്ഡലമായി കരുതിയ മണ്ഡലം. അവിടെ BJP അക്കൗണ്ട് തുറക്കും എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ UDF-നും LDF-നും കാര്യമായ ആശങ്ക അക്കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് സിറ്റിംഗ് MP ശശി തരൂർ ആണെങ്കിൽ കൂടി വലിയ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ LDF-ന് കാര്യമായി ആശ്വസിക്കാൻ എന്തെങ്കിലും അവിടെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒന്നാമത് ആരെത്തും എന്നതുപോലെ തന്നെ ശ്രദ്ധേയമാണ് രണ്ടാമത് അവിടെ ആരെത്തും എന്നുള്ളതും. സ്വാഭാവികമായും ആ രീതിയിൽ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ആകാംക്ഷ ആ മട്ടിൽ പോകുന്നു. ഇനി തൊട്ടപ്പുറത്ത് കൊല്ലം, ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിൽ അതുവരെ BJP-യുടെ സംസ്ഥാന നേതൃത്വം പോലും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത, വിജയപ്രതീക്ഷയുടെ പേരിൽ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ആറ്റിങ്ങലിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ ആറ്റിങ്ങലിലും BJP പ്രതീക്ഷ പുലർത്തുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. CPM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് അവരവരുടെ അഭിമാന മണ്ഡലമായി കരുതിയെടുത്ത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ തന്നെ മത്സരിപ്പിക്കാൻ ഇറക്കുന്നു. അവിടെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളുടെ ഇലക്ഷൻ പരിചയം അത് സ്വാഭാവികമായും ആകുമെന്ന് UDF ക്യാമ്പ് വിലയിരുത്തുമ്പോൾ BJP-ക്കുള്ളിൽ അവർക്കിടയിൽ തന്നെ ഒരു മത്സരം അക്കാര്യത്തിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ മത്സരിച്ച ശോഭാ സുരേന്ദ്രനേക്കാൾ കൂടുതൽ വോട്ട് V മുരളീധരൻ പിടിക്കുമോ എന്നുള്ളൊരു ആകാംക്ഷ അവിടെയും നിലനിൽക്കുന്നു. ഇനി തൊട്ടപ്പുറത്ത് കൊല്ലമാകട്ടെ സിറ്റിംഗ് MP പ്രേമചന്ദ്രനെ അവിടെ എതിരിടാൻ CPM അവരുടെ MLA-യും സിനിമാ താരവുമായ മുകേഷിനെ പയറ്റിറക്കുമ്പോൾ അവിടെയും CPM പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കാര്യമായ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷാ തുരുത്തായിരുന്നു ആലപ്പുഴ. അത് ഇത്തവണ കേസ് തിരിച്ചു പിടിക്കുമെന്ന് UDF ഉറപ്പിച്ചാണ് കളത്തിലിറങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായും ആലപ്പുഴയിലും ആ വിധത്തിൽ എന്ത് ട്വിസ്റ്റ് സംഭവിക്കും എന്നുള്ള ഒരു വലിയ ആകാംക്ഷ അവിടെയും നിലനിൽക്കുന്നു. പത്തനംതിട്ടയെ സംബന്ധിച്ച് തോമസ് ഐസക്കിനെ ഇറക്കി കളം പിടിക്കാൻ ഇറക്കിയപ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് അനിൽ ആന്റണി വരുന്നത്. അനിൽ ആന്റണി ഒരു നിർണായക വോട്ട് ബാങ്കായി അവിടെ മാറുമെന്നുള്ള ആശങ്ക അത് LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഒരേപോലെയുണ്ട്. ഇനി മാവേലിക്കരയുടെ കാര്യമാകട്ടെ CPM-യുടെ സീറ്റാണ്. കാലങ്ങളായി തുടരുന്ന കൊടിക്കുന്നിൽ പ്രഭാവം അത് മാറ്റാൻ അവിടെ ഇക്കുറി CPI ഇറക്കിയതൊരു യുവമുഖത്തെയാണ്. ആ യുവമുഖം അതൊരു പരീക്ഷണ വിജയമായി മാറുമെന്ന് LDF വിലയിരുത്തുന്നതും ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളും അൺപ്രഡിക്റ്റബിളായി മാറുന്നു തെക്കൻ കേരളത്തിൽ. ഉന്മേഷ്, അനുജ. അതാണപ്പോൾ തെക്കൻ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ പലയിടങ്ങളിലും അൺപ്രഡിക്റ്റബിൾ എന്ന തരത്തിലേക്കാണ്. ഇനിയിപ്പോൾ നാളെ ഏതായാലും നമുക്ക് അറിയാൻ കഴിയുമല്ലോ ജനവിധി എന്താണ്. ഇനി നമ്മൾ പോകുന്ന ഏറ്റവും നിർണായകമായ രാജ്യത്തെ ഒരു സംസ്ഥാനത്തേക്കാണ്, ഉത്തർപ്രദേശിലേക്ക്. ബൽറാം നെടുങ്ങാടിയാണ് ഉത്തർപ്രദേശിൽ നിന്ന് തത്സമയം ചേരുന്നത്. ബൽറാം, ഉത്തർപ്രദേശ് ആര് നേടുന്നു അവരാകും രാജ്യം ഭരിക്കുക എന്നുള്ളതാണ് പണ്ട് മുതൽ പറഞ്ഞു കേൾക്കുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം, വളരെ നിർണായകമായ സംസ്ഥാനം. കഴിഞ്ഞ തവണ നമുക്കറിയാം BJP-ക്ക് നല്ല മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കുറി എക്സിറ്റ് പോളുകൾ വരുമ്പോൾ ഏതാണ്ട് ആ തരത്തിലേക്ക്, അതിനോട് അടുത്തൊക്കെ അവർക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്നതാകാം. കാരണം SP കോൺഗ്രസ് സഖ്യമൊക്കെ പലയിടങ്ങളിലും വളരെ ശക്തമായിരുന്നു. വിജയസാധ്യതയുള്ള സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വച്ചുമാറുന്ന തരത്തിലേക്ക് സഖ്യം വളരെ ശക്തമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും പ്രതീക്ഷിച്ചത്ര ഒരു നേട്ടം കൈവരിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നത് എക്സിറ്റ് പോളുകൾ പറയുകയാണ്. അവിടെ നിന്ന് വരുന്ന വിലയിരുത്തലുകൾ എങ്ങനെയാണ് ബൽറാം?
അനുജ സൂചിപ്പിച്ച പോലെ തന്നെ 2014-ലും 19-ലും BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2014-ൽ 73, 62+2 64 NDA സഖ്യത്തിന്റെ കഴിഞ്ഞ തവണ മാറ്റം വന്നു എങ്കിലും ഇത്തവണ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ ജാഗ്രത പുലർത്തിയിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പായി ആഭ്യന്തരമായി നടത്തിയ സർവേ അവിടെ അതുകൊണ്ട് തന്നെ സീറ്റ് കുറഞ്ഞേക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു ആഭ്യന്തര റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ തന്നെ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് BJP പ്രത്യേക പ്രചരണം നടത്തിയിരുന്നു. അത് വിവിധ വിഷയങ്ങൾ ഇക്കാര്യത്തിൽ വോട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായി. അയോധ്യ രാമക്ഷേത്രം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതോടുകൂടി തന്നെ 80-80 സീറ്റും പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ വെച്ചാണ് BJP പിന്നീട് മുന്നോട്ട് പോയത്. പന്നപ്രഭു സംവിധാനം പരമാവധി കൃത്യമായി തന്നെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ BJP ശ്രമിച്ചിരുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ വാഗ്ദാനങ്ങളും ദേശീയ തലത്തിൽ തന്നെ നടപ്പാക്കിയ വികസനം അടക്കമുള്ള കാര്യങ്ങൾ വോട്ട് ഉറപ്പിക്കാൻ കഴിയും, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് BJP കണക്ക് കൂട്ടുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ സർവേകൾ. 66 മുതൽ 71 സീറ്റുകൾ വരെ ഉത്തർപ്രദേശിൽ പ്രവചിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എന്നുള്ളത് ഒരു ജീവൻ മരണ പോരാട്ടമായി തന്നെ എടുക്കുന്ന ഘട്ടത്തിൽ സമാജ്വാദി പാർട്ടിയിലും അഖിലേഷ് യാദവിലുമാണ് പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അഖിലേഷ് യാദവ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് പിന്നാലെ തന്നെ കൃത്യമായ ചുവടുവെപ്പുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തിയിരുന്നു. ഗ്രൗണ്ടിൽ പ്രചരണം നടത്തിയിരുന്നു അദ്ദേഹം. അത് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ പ്രത്യേകിച്ചും അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ കിഴക്കൻ ഉത്തർപ്രദേശ് മേഖലയിലെല്ലാം തന്നെ വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞു. അത് സമാജ്വാദി പ്രവർത്തകരുടെ ആവേശം തന്നെയാണ് അതിൽ പ്രകടമായത്. അത് വലിയൊരു പരിധിവരെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നും BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തങ്ങൾക്ക് അനുകൂലമായ വോട്ടായി മാറുമെന്ന പ്രതീക്ഷ അഖിലേഷ് യാദവിന് ഉണ്ട്. ചരിത്രത്തിലെ ഏറ്റവും സംഘടനാ മികവോടുകൂടി നേരിട്ട തെരഞ്ഞെടുപ്പായി തന്നെയാണ് അഖിലേഷ് യാദവ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ആത്മവിശ്വാസവും ഇന്നും അദ്ദേഹം സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ ആത്മവിശ്വാസം പ്രകടമാണ്. ഒപ്പം തന്നെ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെ പൂർണ്ണമായും തന്നെ അദ്ദേഹം തള്ളുകയാണ്. ഇത് ഓഹരി വിപണിയിൽ ലാഭമുണ്ടാക്കാനായി നടത്തിയ ഒരു വ്യായാമമായി മാത്രമാണ് അഖിലേഷ് യാദവ് വിശേഷിപ്പിക്കുന്നത് ഈ എക്സിറ്റ് പോൾ സർവേകളെ. അതിനപ്പുറത്തേക്കുള്ള ഒരു വിജയം ഉണ്ടാകുമെന്നും അതിനപ്പുറം മറ്റെന്തെങ്കിലും അട്ടിമറി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായ തോതിൽ തന്നെ നേരിടാൻ തയ്യാറെടുക്കാനുമാണ് അഖിലേഷ് യാദവ് അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു. അമേത്തിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോർലാൽ ശർമ്മ തന്നെ സ്മൃതി ഇറാനിക്കെതിരെ മത്സരരംഗത്തുണ്ട്. ഇതോടെ ഇത്തവണ ഈ അണികൾക്കിടയിൽ ഒരു ആവേശം നിറയ്ക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം കോൺഗ്രസിനും ഉണ്ട്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉദ്യോഗം നിറഞ്ഞ ഒരു രാത്രിയാണ് ഇന്നത്തേത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്. പ്രതീക്ഷകൾ ഇരു മുന്നണികളും ഒരുപോലെ തന്നെ വെച്ചു പുലർത്തുകയാണ്. 30ഓളം സീറ്റുകൾ നേടാൻ കഴിയുമെന്ന ശരി ബൽറാം, ഏതായാലും ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നോ അവർ രാജ്യം ഭരിക്കുമെന്നുള്ള ആ കീഴ്വഴക്കം അത് ഇത്തവണയും ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾക്ക് നാളെ അറിയാം. വീണ്ടും റോഡ് ടു ഡൽഹിയിലേക്ക്. ആര് ഭരിക്കും കേന്ദ്രം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അനുജ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വടക്കൻ കേരളത്തിലേക്കാണ് ഇനി പോകുന്നത്. ദീപക് ധർമ്മടമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഇപ്പോൾ ദീപക്, കഴിഞ്ഞ തവണത്തെ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ LDF എങ്ങുമില്ല, UDF-നാണ് മുഴുവൻ സീറ്റുകൾ, ലീഗിന്റെ കുത്തക സീറ്റുകളുള്ള പ്രദേശം, ഒപ്പം CPM-ന്റെ പാർട്ടി കോട്ടകളുള്ള പ്രദേശം. ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷകൾ ദീപക്? ഈ പൊന്നാനി തീരം മുതൽ വയനാടും പിന്നിട്ട് അങ്ങ് കാസർഗോഡ് വരെ കിടക്കുന്ന വടക്കൻ കേരളത്തിൽ ഇടതുമുന്നണി വലിയ കണക്കുകൂട്ടലിലും പ്രതീക്ഷയിലുമാണ്. കാരണം നേരത്തെ വടക്കൻ കേരളം പാർട്ടിക്ക് ശക്തിയുള്ള ഇടതുമുന്നണിക്കും CPIM-നും എല്ലാം വലിയ ശക്തിയുള്ള മലബാർ നൽകിയത് വട്ടപൂജ്യമാണ്. അതിൽ നിന്നും വലിയ അളവിലേക്ക് മുന്നേറ്റമുണ്ടാക്കാനുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് അവസാന എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷവും ഇടതുമുന്നണി പ്രതീക്ഷയിലാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ എല്ലാ മണ്ഡലവും നിലനിർത്തും എന്ന വാശിയിൽ അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തിലാണ് UDF-ഉം ഉള്ളത്. വടകരയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടകരയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസിന്റെ കൂടുതൽ സേനയെ, സായുധ സേനയെ 600ഓളം പേരെ 6 ബറ്റാലിയൻ സേനാ അംഗങ്ങളെ വടകരയിൽ വിന്യസിപ്പിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷവും അവിടെ തന്നെ തുടരാനാണ് തീരുമാനം. ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നു. ഇതിന്റെ എല്ലാം കാരണം വളരെ വാശിയേറിയ പോരാണ് ഇവിടെ നടന്നത് എന്നുള്ളത് തന്നെയാണ്. UDF 80,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഷാഫി പറമ്പിൽ. എന്നാൽ അതേ സമയത്ത് ശൈലജ ടീച്ചറെ ഇട്ടുകൊണ്ട് ഒരു 10,000 വോട്ടിനെങ്കിലും മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് LDF
LDF പറയുന്നു. പൊതുവിൽ ഈ വിധി പ്രവചിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങളാണ് ഏറെ. മലപ്പുറവും വയനാടും ഒഴിച്ച് മറ്റു മണ്ഡലങ്ങളിലൊന്നും തന്നെ വിധി പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് ആകുന്നു. അത്രയും ടൈറ്റാണ്. മാത്രവുമല്ല പല മണ്ഡലങ്ങളിലെയും ജനവിധി ഒരുപക്ഷെ നേരിയ ഭൂരിപക്ഷത്തിൻ്റെതാകും എന്നുള്ള വിലയിരുത്തലുമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഏതായാലും ഒരു കാര്യം, വിധി ആദ്യം തന്നെ മലബാറിൽ നിന്നുള്ള ഓരോ വിധിയും പ്രേക്ഷകരെ ആദ്യം 24 അറിയിച്ചുകൊണ്ടേയിരിക്കും. അനുജ, ഉന്മേഷ്. അതെ, അതാണ്. ഏതായാലും കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമുള്ളത് വടക്കൻ കേരളത്തിലാണ്, വടകര എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും നാളെ 8 മണി കഴിഞ്ഞ് ഏതാണ്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയുന്നതോടെ ആദ്യ ഫലസൂചനകൾ എത്തിത്തുടങ്ങുമെന്നുള്ളതാണ്. വടകരയിൽ ഇപ്പോൾ ഒരുപക്ഷെ സംഘർഷ സാധ്യതയുണ്ട് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ മുന്നൊരുക്കങ്ങൾ, സുരക്ഷ അതെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ദീപക് ധർമ്മണം നൽകിയത്. റോഡ് ടു ഡൽഹി തുടരുകയാണ്. ജനഹിതമറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നമ്മൾ അവസാന വട്ടം ഒരിക്കൽ കൂടി ആ വിലയിരുത്തലുകൾ പരിശോധിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്നത് ബംഗാളിലേക്കാണ്. നിതിൻ അംബുജൻ വിവരങ്ങളുമായുണ്ട്. നിതിൻ, ബംഗാൾ നമുക്കറിയാവുന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചൊക്കെ ഏറ്റവും വലിയ പ്രതീക്ഷ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അതിൽ പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത്ര ആശാവഹമല്ല അവരെ സംബന്ധിച്ച്. എന്നാൽ ഇതിനു മുൻപ് വന്ന എല്ലാ എക്സിറ്റ് പോളുകളും തൃണമൂൽ കോൺഗ്രസിന് പ്രതികൂലമായിരുന്നു. പക്ഷേ ജനവിധി അങ്ങനെ ആയിരുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഈ എക്സിറ്റ് പോളിനെയും അപ്പാടെ തള്ളിക്കളയുന്നത് നമ്മൾ കണ്ടു. ഈ CPIഎമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രതികരണം എങ്ങനെയാണ്? BJP പ്രതീക്ഷയിൽ തന്നെയാണോ? അനുജ, അവസാന മണിക്കൂറുകളിൽ നീങ്ങുമ്പോൾ വലിയ ആശങ്കയും ആകാംക്ഷയും എല്ലാ പാർട്ടികൾക്കിടയിലുമുണ്ട്. ഒരു BJPക്കെതിരെ ഒരു വിശാല പ്ലാറ്റ്ഫോമിൽ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടെങ്കിലും സംസ്ഥാനത്തെത്തുമ്പോൾ തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ കോൺഗ്രസും CPIഎമ്മും കൂടാതെ BJP അങ്ങനെ ഒരു ത്രികോണ പോരാട്ടമാണ് സംസ്ഥാനത്ത് നമ്മൾ കണ്ടത്. എന്തായാലും ഇപ്പോൾ എക്സിറ്റ് പോൾ പ്രവചനം സൂചിപ്പിക്കുന്നത് BJPക്ക് 23ലധികം സീറ്റുകൾ നേടുമെന്നാണ്. തൃണമൂലിന്റെ കോട്ടകൾ തകർത്തുകൊണ്ട് BJP മുന്നേറുമെന്നാണ്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് 20ൽ താഴേക്ക് പോകുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. ഇത് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസ് തള്ളുന്നുണ്ട്. കാരണം 2016 തന്നെ ചരിത്രം അവർ മുന്നോട്ട് വെച്ചാണ് അതിനെ പ്രതിരോധിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അതായത് തൃണമൂൽ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ തൃണമൂലിന്റെ കോട്ടകളിൽ ചെറിയ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും സന്ദേശകാലം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, പൌരത്വ ഭേദഗതി നിയമം, അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണം, ഇവയെല്ലാം തന്നെ BJP കൃത്യമായ പ്രചരണം സംസ്ഥാനത്ത് നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവരെല്ലാം നടത്തിക്കൊണ്ട് സംസ്ഥാനത്ത് വലിയൊരു പ്രചരണമായി മുന്നോട്ട് പോയിരുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു സ്വാധീനം എന്തായാലും ബംഗാളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 2014 2 സീറ്റിൽ മാത്രം ഒതുങ്ങിയ BJP പിന്നീട് 18 സീറ്റുകൾ ഉയർത്തി. ഇക്കുറി അത് 25ലധികം നേടുമെന്നാണ് BJPയുടെ അവകാശവാദം. വോട്ട് ശതമാനം 40ലധികം അവർ ഉയർത്തിയിട്ടുണ്ട്. ഇക്കുറി അതിനേക്കാൾ മികച്ച ഒരു പോരാട്ടം BJP എന്തായാലും കാഴ്ചവെക്കുമെന്ന് അവർ അവകാശപ്പെടുന്നു. അതേസമയം തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പിന്നീട് BJP സംസ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, BJP പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു ഘടകം എന്നത് പൌരത്വ ഭേദഗതി നിയമം സ്വാഭാവികമായിട്ടും സംസ്ഥാനത്ത് നടപ്പാക്കിയ ഒരു പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമായി വിഭജിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഒരു ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം അത് BJPക്ക് അനുകൂലമാകുമെന്നാണ് BJPയുടെ എല്ലാം തന്നെ വിലയിരുത്തൽ. എന്നാൽ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വികാരവും അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാകുമെന്ന് അവരും പ്രതീക്ഷിക്കുന്നു. എന്തായാലും വലിയ അവകാശവാദങ്ങളിലേക്ക് ഇന്ത്യ സഖ്യം കടക്കുന്നില്ല. പ്രത്യേകിച്ചും ചില സീറ്റുകൾ മാത്രമേ അവർക്ക് വിജയിക്കുകയുള്ളൂ എന്നാണ് അവിടുത്തെ സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ് ബഹ്റംപൂരാണ്. അധിർ രഞ്ജൻ ചൌധരി 1999 മുതൽ അദ്ദേഹം അവിടുത്തെ MP ആണ്. ഇക്കുറിയും അധിർ രഞ്ജൻ ചൌധരി അത് വിജയിക്കാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം മുർഷിദാബാദ് സീറ്റിൽ മത്സരിക്കുന്നു. അങ്ങനെ ചില മണ്ഡലങ്ങൾ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. എന്നാൽ BJPക്ക് ഈ ഒരു തരത്തിലുള്ളൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് ഇന്ത്യ സഖ്യം വിലയിരുത്തുന്നത്. എന്തായാലും ഇനി അധികം മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നാളെ രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 9 മണിയോട് തന്നെ ആദ്യ ഫലസൂചനകൾ വ്യക്തമാകും. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, നാളത്തെ ദിനം അത് ശരി. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളെ പാടെ തള്ളുകയാണ്. വോട്ടെണ്ണുമ്പോൾ ആഘോഷിക്കുക തൃണമൂൽ എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. നാളെ അത് കാണുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. നമ്മൾ ഇനി പോകുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. നിർണായകമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ വോട്ടെണ്ണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചില രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ കൂടിയുണ്ട്. ഉദ്ധവ് താക്കറെ BJP സഖ്യത്തിന്റെ ഭാഗമാകുന്നൊക്കെ ഉള്ള വാർത്തകളും അഭ്യൂഹങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ അങ്ങനെ BJPയിലേക്ക് ചേരുമെന്നൊക്കെ ഒരു സ്വതന്ത്ര MLA പറഞ്ഞു എന്നുള്ള വെളിപ്പെടുത്തലൊക്കെയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും മഹാരാഷ്ട്രയിൽ അങ്ങനെയും ചില രാഷ്ട്രീയ അഭ്യൂഹങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ് അവസാനവട്ട കണക്കൂട്ടലുകൾ ശ്രീനാഥ്?
ഉന്മേഷ് അനൂജ, അത് വെറും സ്വതന്ത്ര MLA അല്ല, നവനീത് റാണയുടെ ഭർത്താവാണ്. അമരാവതിയിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയാണ് നവനീത് റാണെ. പല വിവാദങ്ങളും അവരുണ്ടാക്കിയതൊക്കെ നമുക്കറിയാം. ഹനുമാൻ ചാലിസ ചൊല്ലി ഉദ്ധവിന്റെ വീട്ടിൽ വലിയ പ്രതിഷേധം നടത്തിയ ചരിത്രമൊക്കെ അവർക്കുണ്ട്. ഏതായാലും അത്തരമൊരു പ്രസ്താവന ഏതായാലും ഉദ്ധവ് വിഭാഗം തൽക്കാലം തള്ളുന്നുണ്ട്. നമുക്കറിയില്ല, മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള പിളർപ്പുകളും നാടകങ്ങളും ഒക്കെ അത്രത്തോളം ഉള്ളതുകൊണ്ട് ഒരു കാര്യത്തിലും നമുക്ക് അത്രയും ഉറപ്പ് പറയാൻ കഴിയില്ല. ഏതായാലും നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം പല പാർട്ടികളുടെയും ഗതി നിർണ്ണയിക്കാൻ പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഉദ്ധവിന്റെ വിധി തന്നെയാണ്. ഉദ്ധവാണോ ഏക്നാഥ് ഷിൻഡെയാണോ യഥാർത്ഥ ശിവസേന എന്ന കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ എന്ത് തീരുമാനമുണ്ടായി എന്നതാണ് നാളെ അറിയാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷിൻഡെ വിഭാഗത്തെ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ, പാർട്ടി പ്രവർത്തകർക്കിടയിൽ അതെങ്ങനെയാണ് എന്ന് തീരുമാനിക്കപ്പെടും. അജിത് പവാർ ശരത് പവാർ പോരാട്ടത്തിനിടയിൽ ആർക്കാണ് മുൻതൂക്കം എന്ന കാര്യവും നാളെ വ്യക്തമാകാൻ പോവുകയാണ്. ഒരു സീറ്റിൽ പോലും അജിത്തിന് ഒരുപക്ഷെ ജയിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭൂരിഭാഗവും പറയുന്നത്. അങ്ങനെ വന്നാൽ ശരത് പവാറിന് 99-ൽ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം നേരിടുന്ന വലിയ പ്രതിസന്ധിയിൽ വലിയ ആശ്വാസമായി മാറും ആ തെരഞ്ഞെടുപ്പ് ഫലം. മറിച്ചാണെങ്കിൽ ശരത് പവാറിൻ്റെ മുന്നോട്ടുള്ള യാത്ര അത് കൂടുതൽ ദുഷ്കരമാകും. മകൾ സുപ്രിയ സുലെയുടെ അടക്കം ഭാവിയിൽ വലിയ പ്രതിസന്ധി മുന്നോട്ട് വരും. ഏതായാലും സുപ്രിയയും സുനേത്രയും തമ്മിലുള്ള പോരാട്ടമടക്കം പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിൽ നാളെ വിധി അറിയാൻ വേണ്ടി പോവുകയാണ്. ഒപ്പം കോൺഗ്രസ് ക്യാമ്പിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം 2019-ൽ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ കോൺഗ്രസിന് കൂടുതൽ സീറ്റിൽ ഒരുപക്ഷെ വിജയിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. അതെന്ത് തന്നെയായാലും 45 സീറ്റിന് മുകളിൽ നേടുമെന്ന BJPയുടെ ആത്മവിശ്വാസം ഏതായാലും ശരിയാകില്ല എന്നതാണ് പൊതുവെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നതെങ്കിലും BJP ക്യാമ്പിൽ ഇപ്പോഴും വലിയ ആത്മവിശ്വാസം പ്രകടമായി തന്നെ കാണാം. 41 2019-ൽ അവർ നേടിയതെങ്കിൽ അതിന് പുറത്തേക്കുള്ള സംഖ്യ നേടുമെന്ന് ഇപ്പോഴും നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അതിൽ കുറവ് സീറ്റിലേക്ക് ആകെ NDA മുന്നണി ഒതുങ്ങും എന്നുള്ള വിലയിരുത്തൽ പൊതുവേ ഉള്ളതുകൊണ്ട് കോൺഗ്രസ് ക്യാമ്പിൽ, ഇന്ത്യ മുന്നണി ക്യാമ്പിൽ UP കഴിഞ്ഞാലുള്ള വലിയ ഒരു സംസ്ഥാനം, കൂടുതൽ MP-മാർ എത്തുന്ന സംസ്ഥാനത്ത് അവരെ BJPയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം നാളെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ആ ക്യാമ്പിലും പ്രകടമാണ്. ചുരുക്കത്തിൽ ബലാബലം നടന്ന ഒരു തെരഞ്ഞെടുപ്പിനൊടുവിൽ, പ്രചാരണത്തിനൊടുവിൽ രണ്ട് മുന്നണികളും ഒരേപോലെ വോട്ടെണ്ണൽ ദിനത്തിന്റെ തലേന്ന് രാത്രിയും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളും ആ തരത്തിൽ ഒരു കൃത്യമായ പിക്ചർ നൽകിയിട്ടില്ല. രണ്ട് മുന്നണികൾക്കും ഒരേപോലെ നിർണായകമാണ്. അതുപോലെ തന്നെ പിളർന്ന NCPക്കും ശിവസേനയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എന്നുള്ളതാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്നത്. ഇനി നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന എക്സിറ്റ് പോളുകൾ ഇന്ത്യ മുന്നണിക്ക് കരുത്ത് നൽകുന്നതാണ്. DMK അവിടെ എപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എക്സിറ്റ് പോൾ ഫലങ്ങളും അത് തന്നെയാണ് നൽകുന്ന സൂചന. പക്ഷേ BJP അവിടെ കടന്നു കയറുമെന്നുള്ളത്, അതായത് തെക്കേ ഇന്ത്യയിലേക്കുള്ള കടന്നുകയറ്റത്തിൽ ഒരു സംസ്ഥാനം കേരളമാണെങ്കിൽ മറ്റൊന്ന് കർണാടകയും അതുപോലെ തമിഴ്നാട്ടിലേക്കും കടന്നു കയറും BJP എന്ന തരത്തിലേക്ക് എക്സിറ്റ് പോളുകൾ സൂചനകൾ തരുമ്പോൾ അവിടെ നിന്ന് BJP കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നത് എങ്ങനെ? AIADMK നിലംപരിശാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ ആ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണം എന്താണ്? ഒപ്പം ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നാണല്ലോ എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷവും DMK പറയുന്നത്. അനുജ, ഉന്മേഷ, DMK അത്ര ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം 39 സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്, ഒരു സീറ്റ് പോണ്ടിച്ചേരിയിലും. അങ്ങനെ 40 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 2019-ൽ 39-ലും വിജയിച്ചു കയറിയത് ഇന്ത്യ സഖ്യമാണ്, അന്നത്തെ മഴവിൽ സഖ്യമാണ്. അതാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യമായി മാറുകയും ചെയ്തിട്ടുള്ളത്. അതേ ആത്മവിശ്വാസം 2024-ലും വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് DMK സഖ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പറഞ്ഞ വന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും അത് വളരെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ്. പക്ഷേ ആ എക്സിറ്റ് പോളുകളിൽ ഒരു മാറ്റമായി വന്നത് എന്തായാലും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് 1 മുതൽ 5 സീറ്റുകൾ വരെ തമിഴ്നാട്ടിൽ ലഭിക്കുമെന്നുള്ളതാണ്. അത് വലിയ ഊർജ്ജമാണ് NDAയെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ നൽകുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട് നടത്തിയ കെ അണ്ണാമല ഉൾപ്പെടെയുള്ള ആളുകൾ, സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ്. BJP ദ്രാവിഡ ഭരണം, അത് DMKയുടെ ഭരണത്തിൽ മടുത്തിരിക്കുന്നു ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. മാത്രമല്ല, എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ കൂടുതൽ സീറ്റുകൾ തമിഴ്നാട്ടിൽ നേടുമെന്ന ഉറച്ച വിശ്വാസം എന്തായാലും BJPക്കുണ്ട്. അത്തരത്തിലാണ് BJP ക്യാമ്പുകളിൽ നിന്നും വന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. എക്സിറ്റ് പോളുകൾക്ക് തൊട്ടു പിന്നാലെ DMK പറഞ്ഞത് ഇന്ത്യ മുന്നണി, തമിഴ്നാടിനെ കുറിച്ചോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സീറ്റുകളെ കുറിച്ചോ ഒന്നും കൃത്യമായി പറയാതെ DMK പറയുന്നത് ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുമെന്ന് തന്നെയാണ്. ജൂൺ 4-ാം തീയതി കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും, അതിൽ സർക്കാർ രൂപീകരണവുമായി മുൻപോട്ട് പോകുമെന്ന ഉറച്ച വിശ്വാസം, അടിയുറച്ച വിശ്വാസം DMKയും പറയുന്നുണ്ട്. അണ്ണാ DMKയുടെ കാര്യമാണ് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. കാരണം ഒരു തിരിച്ചുവരവ്, പാർട്ടിയിലെ
പടലപ്പിണക്കങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ് NDA സഖ്യം വിട്ട് ഒറ്റയ്ക്കാണ് അണ്ണാ DMK മത്സരിക്കുന്നത്. ഒരു തിരിച്ചുവരവ് അണ്ണാ DMK സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ് തമിഴ്നാടിനെ സംബന്ധിച്ച്. അപ്പോൾ അണ്ണാ DMK സംബന്ധിച്ച് വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളാണ്. അവർ ഒരു സീറ്റ് പോലും നേടില്ല എന്നുള്ളതാണ്. സംപൂജ്യരായിരിക്കും. 39 പോണ്ടിച്ചേരിയിലെ 1 അങ്ങനെ വെക്കുമ്പോൾ 40 സീറ്റുകളും അവർക്ക് അന്യമാണ്, അല്ലെങ്കിൽ അവർ ഒരു തരത്തിലും വിജയിക്കില്ല എന്നുള്ളതാണ് എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. കാത്തിരിക്കാം, മണിക്കൂറുകൾ മാത്രമാണ്. ബാക്കി എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷേ DMK മുന്നണി എന്തായാലും വളരെ ശക്തമായി തന്നെ, അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെ മുൻപോട്ട് പോകുന്നവർ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ മുന്നണി ആയിരിക്കും എന്ന തലത്തിൽ തന്നെയാണ് DMKയുടെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണങ്ങൾ. അനുജ, ഉന്മേഷ്. ആത്മവിശ്വാസത്തിലാണ് DMK തമിഴ്നാട്ടിൽ എന്നുള്ളതാണ്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ജനവിധി അറിയാൻ. ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാം. ഇനി മധ്യ കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ സാധ്യതകളിലേക്ക്, പ്രതീക്ഷകളിലേക്ക് പോകുന്ന ശ്രീകാന്ത് വിവരങ്ങളുമായി. അനുജ, തൃശൂർ മധ്യ കേരളത്തിലാണ് BJP അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മണ്ഡലങ്ങളൊന്നല്ലേ? ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എങ്ങനെയാണ് മധ്യ കേരളത്തിലെ മണ്ഡലങ്ങളിലെ പൊതുചിത്രം, പ്രതീക്ഷകൾ? ശ്രീകാന്ത്. അനുജ, ഉന്മേഷ്, ഏറ്റവും അധികം BJP പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലം തൃശൂർ, അത് മധ്യ കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് BJP. ഈ സർവേകളെല്ലാം പറയുന്ന രീതിയിൽ അത് സത്യമായി വരുമോ, ഒരു താമര വിരിയുമോ തൃശൂരിൽ എന്നുള്ളത്? സംസ്ഥാനത്ത് ഈ സീറ്റ് ക്ഷാമത്തിന് ഒരു അന്ത്യം കുറിച്ചുകൊണ്ടൊരു താമര വിരിയുമോ എന്നുള്ള പ്രതീക്ഷയിലാണ്, ആകാംക്ഷയിലാണ് BJP കാത്തിരിക്കുന്നത്. അത്രയും അധികം ഫൈറ്റ് നടന്ന സ്ഥലമാണ് തൃശൂർ. VS സുനിൽകുമാർ, K മുരളീധരൻ അടക്കമുള്ള അധികായന്മാരോടാണ് സുരേഷ് ഗോപി ഏറ്റുമുട്ടിയത്. അത്തരത്തിൽ വലിയ ഫൈറ്റ് നടന്ന മണ്ഡലം, താരമണ്ഡലം എന്ന പ്രതീതി തൃശൂരിനുണ്ടായിരുന്നു. എല്ലാ കണ്ണുകളും മധ്യ കേരളത്തിൽ തൃശൂരിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന് പാലക്കാടാണ്. പാലക്കാട് ഒട്ടുമിക്ക സർവേകളും UDFന് അനുകൂലമായി പറയുമ്പോൾ ചില സർവേകൾ LDFന് അനുകൂലമായി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ BJP ക്യാമ്പ് പറയുന്നത് രണ്ടാമതെത്താൻ തക്ക രീതിയിൽ വോട്ട് തങ്ങൾ പിടിക്കും എന്നാണ് അവരുടെ അവകാശവാദം. എത്രത്തോളം ശരിയാവും എന്ന് കണ്ടറിയാം. VK ശ്രീകണ്ഠൻ കനത്ത ആത്മവിശ്വാസത്തിലാണ്. വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞാലും അത് തങ്ങൾക്ക് ജയത്തിലേക്ക് പോകാനുള്ളത് കിട്ടും എന്നവർ പ്രതീക്ഷിക്കുന്നു. ചാലക്കുടിയുണ്ട്. ആലത്തൂരാണ് മറ്റൊരു മത്സരം നടന്ന പ്രധാന മണ്ഡലം. അത് അവിടെ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നു. രമ്യ ഹരിദാസിനെതിരെയാണ് അദ്ദേഹത്തിന്റെ മത്സരം. CPMനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ അങ്ങേയറ്റം വാനോളമുള്ള മണ്ഡലമാണ് ആലത്തൂർ എന്ന് പറയുന്നത്. അവിടെ രമ്യ ഹരിദാസിനെ വീഴ്ത്തി കെ രാധാകൃഷ്ണൻ എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ മത്സരരംഗത്ത് ഇറങ്ങുന്നു. ബെന്നി ബെഹനാനെതിരെ പ്രൊഫസർ രവീന്ദ്രനാഥ് കളത്തിലുണ്ട്. വലിയ തോതിൽ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് ചാലക്കുടി. കാരണം അവിടെ നിർണായകമാകുന്നത് 2020 ആണ്. കോൺഗ്രസിന്റെ വോട്ടുകൾ 2020 പിടിച്ചാൽ അവിടെ ബെന്നി ബെഹനാനെ വീഴ്ത്താം എന്ന് പ്രൊഫസർ രവീന്ദ്രനാഥ് കരുതുന്നുണ്ട്. ഇടുക്കിയിൽ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല ആരും. കാരണം ഡീൻ കുര്യാക്കോസിനെ സംബന്ധിച്ച് അവർ വലിയ പ്രതീക്ഷയിലാണ്. എറണാകുളത്തും കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. കോട്ടയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈറ്റ് നടന്ന സ്ഥലം. കേരള കോൺഗ്രസുകളിൽ ഏതിനായിരിക്കും വിജയം എന്നുള്ളതാണ് കോട്ടയത്തു നിന്നും അറിയാനുള്ളത്. അതൊരു ആകാംക്ഷയുണർത്തുന്ന മത്സരം തന്നെയായിരുന്നു അവിടെ നടന്നത്. അനുജ, അതെ, അങ്ങനെ മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ ഒന്നിലേറെയുണ്ട്. അതിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന തൃശൂർ, കൂടാതെ ഈ കേരള കോൺഗ്രസുകൾ തമ്മിൽ മത്സരിക്കുന്ന കോട്ടയം, അങ്ങനെ ഉറ്റുനോക്കപ്പെടുന്ന മണ്ഡലങ്ങൾ ഉള്ള ഇടം കൂടിയാണ് മധ്യ കേരളം എന്നതാണ്. നമ്മൾ ഇനി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലേക്കാണ്, കർണാടകയിലേക്ക്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ തത്സമയ വിവരങ്ങളുമായി. അരുൺ, കർണാടക ആദ്യം തന്നെ BJP പിടിച്ച തെക്കേ ഇന്ത്യൻ സംസ്ഥാനമാണ്. പക്ഷേ ഇക്കുറി അങ്ങനെ ഉണ്ടാകില്ല, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലേക്ക് ആകില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യ മുന്നണി. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ അവിടെ നിരാശയാണ് നൽകുന്നത് ഇന്ത്യ മുന്നണിക്ക്. പല വിഷയങ്ങളുണ്ടായിരുന്നു, എന്നാൽ അതൊന്നും പ്രജ്വൽ രേവണ്ണ വിഷയം അടക്കം അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ പുറത്തു വന്നതാണ്. അതൊന്നും പക്ഷേ അവർക്ക് ദോഷകരമായി മാറില്ല എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചന നൽകുമ്പോൾ ഒരുപക്ഷെ കർണാടക സർക്കാരിനെ എതിരെയുള്ളൊരു വികാരം കൂടി ഇവിടെ വന്നിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ എന്നൊക്കെയുള്ള ചിന്തകൾ, അതെല്ലാം ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വരുന്ന പ്രതികരണം എങ്ങനെയാണ്? സിദ്ധരാമയ്യക്ക് ഈ എക്സിറ്റ് പോളിനെ തള്ളിയിട്ടുണ്ട്. അനുജ, തീർച്ചയായും കർണാടകയിലെ വോട്ടെടുപ്പിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, രാഷ്ട്രീയ വിലയിരുത്തലുകൾ, വിദഗ്ധ അഭിപ്രായങ്ങളെല്ലാം
അതിനെല്ലാം ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2019 ലഭിച്ച വലിയ മുന്നേറ്റം, അതായത് 28-ൽ 25 സീറ്റ് എന്ന ഒരു BJP തരംഗം എന്തായാലും കർണാടകയിൽ ഇത്തവണ ഇല്ല എന്നതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ പൊതു നിരീക്ഷണമായി രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ എല്ലാം പുറത്തു വന്നത്. എന്നാൽ അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇപ്പോൾ അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലവിധ വിഷയങ്ങൾ BJPയെ സംബന്ധിച്ച് പ്രതികൂലമായി ബാധിക്കാവുന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രജ്വൽ രേവണ്ണ, ഞാൻ അതിന്റെ കൂടുതൽ ആവർത്തിക്കുന്നില്ല, അത്തരം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ബാധിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 25 സീറ്റ് വരെ ലഭിക്കും. അതായത് കഴിഞ്ഞ 2019 ആധിപത്യം കർണാടകയിൽ BJP തുടരും എന്ന തരത്തിലാണ് ഏറെക്കുറെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നത്. ഇതിൽ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വിശകലനമായി അവർ ചൂണ്ടിക്കാട്ടുകയും വിലയിരുത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട 1-2 ഘടകങ്ങളുണ്ട്. പ്രചണ്ഡമായ പ്രചാരണം കർണാടകയിൽ BJP നടത്തിയിരുന്നു. ദക്ഷിണേന്ത്യയിൽ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കാവുന്ന, അവർ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. സ്വാഭാവികമായും നരേന്ദ്രമോദി, JP നദ്ദ, അതോടൊപ്പം തന്നെ അമിത്ഷാ ഉൾപ്പെടെ പല റൗണ്ടുകളിലായി എത്തി വലിയ പണം ഒഴുക്കിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ, റാലികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സമാന്തരമായി അവർക്ക് മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കേറ്റ തിരിച്ചടി അവർ കൃത്യമായി പഠിച്ചിരുന്നു. അത് കർണാടകയിലെ സാമുദായികമായിട്ടുള്ള ചില സമവാക്യങ്ങൾ, ഘടകങ്ങളാണ്. ആ തിരിച്ചടി പഠിക്കുകയും അവർ ഈ തെരഞ്ഞെടുപ്പിൽ യെദ്യൂരപ്പയുടെ മകൻ, അത് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അതായത് അവരായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. അത് നമുക്കറിയാം. യെദ്യൂരപ്പയുടെ മകനായിട്ടുള്ള BY വിജയേന്ദ്രയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. വിജയേന്ദ്രയ്ക്ക് പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുക്കുന്നു. അതായത് ലിംഗായത്ത് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് യെദ്യൂരപ്പ. ഈ ലിംഗായത്ത് വോട്ടുകൾ കൃത്യമായി തന്നെ NDAയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് ലെവൽ വർക്ക്, സമാന്തരമായിട്ടുള്ള ഒരു പ്ലാൻ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അത് സൈലന്റായി നടന്നു എന്നതാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ JDS വന്നതോടെ ഓൾഡ് മൈസൂരു മേഖലയിൽ ഉണ്ടായിരുന്ന വോക്കലിംഗ വോട്ടുകൾ ഉൾപ്പെടെ BJPയിലേക്ക് എത്തി, NDA സഖ്യത്തിലേക്ക് എത്തി. അതുകൊണ്ട് ഈ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ ഈ സാമുദായിക ഘടകങ്ങൾ കാരണമാകും എന്നതാണ്. അത് തള്ളിക്കളയാൻ സാധിക്കില്ല. നമുക്ക് കർണാടകയുടെ ഒരു പൊതു രാഷ്ട്രീയ ചിത്രം അറിയാം. രാഷ്ട്രീയത്തിനൊപ്പം തന്നെ സാമുദായിക ഘടകങ്ങൾ അതിനിർണായകമാണ് കർണാടകയിൽ. അതുകൊണ്ട് പൂർണ്ണമായും അത് എഴുതിത്തള്ളാൻ സാധിക്കില്ല. നേരത്തെ അനുജ് സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് ക്യാമ്പുകൾ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. അവർ ശാസ്ത്രീയമായിട്ടുള്ള പഠനം, അവരുടെ കണക്കെടുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഏതായാലും അത് ആത്മവിശ്വാസം പകരുന്നുണ്ട് അവർക്ക് എന്ന് തന്നെയാണ്. നമ്മൾ ഇനി അനുജ ഹരിയാനയിലേക്കാണ് പോകുന്നത്. അച്യുതൻ ചേരുന്നുണ്ട്. ഹരിയാനയിലെ ഒരു പൊതുചിത്രം, അവസാനഘട്ട പ്രതീക്ഷകൾ എങ്ങനെയാണ് അച്യുതൻ? ഉന്മേഷ്, അനുജ, എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നടത്തിയത് 6 മുതൽ 8 സീറ്റുകൾ BJP ഈ തെരഞ്ഞെടുപ്പിൽ നേടുമെന്നാണ്. മറിച്ച് ഇന്ത്യ മുന്നണി 2 മുതൽ 4 സീറ്റ് വരെ നേടുമെന്നാണ്. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക്, കോൺഗ്രസിനും അതുപോലെ തന്നെ ആം ആദ്മിയും, രണ്ട് പാർട്ടികളാണ് അവിടെ ഒരുമിച്ച് മത്സരിക്കുന്നത്. ആ 2 കൂട്ടർക്കും ഒരു പ്രചരണ വാക്യം, പ്രത്യേകിച്ച് ഒരു പ്രചരണ വാക്യം തേടേണ്ടതില്ലായിരുന്നു. കാരണം കർഷക സമരമായിരുന്നാലും, ഗുസ്തി സമരമായിരുന്നാലും, അഗ്നിപത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങളായിരുന്നാലും ഇതെല്ലാം തന്നെ സജീവമായ ഒരു ചർച്ചയാക്കി, രാഷ്ട്രീയ ചർച്ചയാക്കി അവിടെ പ്രതിപക്ഷം മാറ്റി. കഴിഞ്ഞ തവണ 2019 BJP തൂത്തുവാരിയ ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. പക്ഷേ ഇത്തവണ BJPക്ക് കൂടി ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ എക്സിറ്റ് പോളുകൾ BJPക്ക് ഒരു ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള പ്രവചനങ്ങൾ നടത്തിയത്. പക്ഷേ BJPക്ക് അകത്ത് തന്നെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പരിശോധനകളിൽ വലിയ ആശങ്കകൾ നിലനിന്നിരുന്നു. കാരണം മനോഹർലാൽ ഖട്ടർ സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം, തുടർന്ന് അദ്ദേഹം ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു, നയാബ് സിംഗ് സൈനിയെ കൊണ്ടുവരുന്നു. അതായത് ജാട്ട് രാഷ്ട്രീയം നിർണായകമായ സംസ്ഥാനത്ത് ജാട്ട് ഇതര OBC വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ കൂടിയാണ് നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്നിട്ടൊടുവിൽ മനോഹർലാൽ ഖട്ടറിനെ കർണാലിൽ നിന്ന് മത്സരിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പല രാഷ്ട്രീയ മാറ്റങ്ങൾ BJP ഒരു വശത്ത് ഇതിൻ്റെ ഭാഗമായി തയ്യാറെടുപ്പുകൾ നടത്തി. മറുവശത്ത് ഇന്ത്യ മുന്നണി കൃത്യമായ ഈ പ്രചാരണങ്ങൾ, അത് കർഷകരുടെ ഈ ഒടുവിൽ നടന്ന പ്രക്ഷോഭങ്ങൾ, അതിൽ കേന്ദ്ര സർക്കാർ സമീപനങ്ങൾ വരെ, ഡൽഹി അതിർത്തി അടച്ച് പോലീസിനെ ഉപയോഗിച്ച് നേരിട്ട മാർഗങ്ങൾ വരെയായിരുന്നു പ്രചരണ റാലികളിലടക്കം ഇന്ത്യ മുന്നണി ഉയർത്തിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ കർഷക പ്രശ്നമൊക്കെ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഹരിയാനയെ സംബന്ധിച്ച് നിർണായകമാണ്. അവിടെ ഏത് തരത്തിലേക്കാണ് ജനം വിധി എഴുതിയിട്ടുള്ളത് എന്നത് നമുക്ക് നാളെ അറിയാം. ഇനി നമ്മൾ പോകുന്നത്
ആന്ധ്രാപ്രദേശിലേക്കാണ്. അലക്സ് റാം മുഹമ്മദ് വിജയവാഡയിൽ നിന്നും തത്സമയം. അലക്സ്, ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. YSRCP അവിടെ നിലംപരിശാകുമെന്ന തരത്തിലേക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു. അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നാണോ അലക്സ്? ഇപ്പോൾ അവിടെ ചെന്നിട്ട് 2-3 ദിവസമായല്ലോ, മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണോ? TDPയോടൊക്കെയുള്ള ഒരു, ചന്ദ്രബാബു നായിഡുവിനോടൊക്കെയുള്ളൊരു മമത അതിപ്പോഴും അവിടുത്തെ ആളുകൾക്കുണ്ട് എന്നതാണോ? ഏതായാലും NDA അവിടെ നേട്ടമുണ്ടാക്കും എന്ന തരത്തിലേക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ അലക്സിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? അനുജ, എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അധികവും പ്രവചിക്കുന്നത് TDP നേതൃത്വം നൽകുന്ന NDA സഖ്യം ആന്ധ്രയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കും. സമാനമായി തന്നെ അസംബ്ലിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും NDA സഖ്യം മുന്നേറ്റമുണ്ടാക്കുകയും ചന്ദ്രബാബു നായിഡു വീണ്ടും 4ാമതും ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന പ്രവചനവുമാണ് നടത്തുന്നത്. അതിൽ വലിയ ആവേശത്തിലാണ് TDP പ്രവർത്തകർ. അവരുടെ പാർട്ടി ഓഫീസുകളിലൊക്കെ വലിയ ആവേശമുണ്ട്, വലിയ തോതിൽ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്, നേതാക്കളുണ്ട്. അതങ്ങനെ അവർ ആ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, YSR കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡി വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ജൂൺ 9-ന് വിശാഖപട്ടണത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലും തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ പാർട്ടിയിലെ രണ്ടാമൻ സജ്ജല രാമകൃഷ്ണ റെഡ്ഡി 24നോട് പ്രതികരിച്ചത് പോലും അങ്ങനെയാണ്. അവരുടെ ഈ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഈ BJP TDP അടങ്ങുന്ന NDA സഖ്യം പറയുന്ന കണക്കും അവരുടെ വോട്ട് ഷെയറും തമ്മിൽ ഒരു തരത്തിലും ചേരുന്നില്ല എന്നാണ് YSR കോൺഗ്രസ് പറയുന്നത്. YSR കോൺഗ്രസ് തനിച്ചാണ് ഈ പാർലമെന്റിലേക്കുള്ള 25 സീറ്റുകളിലും സമാനമായി ഈ അസംബ്ലിയിലേക്കുള്ള 175 സീറ്റുകളിലും മത്സരിക്കുന്നത്. അവർ ഈ കാലത്തിനിടയിൽ നടത്തിയ ജനോപകരപ്രദമായ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അത് ഫലം കാണും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കർഷകർക്കൊക്കെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഫലം കാണുമെന്നാണ് അവർ പൊതുവെ വിലയിരുത്തുന്നത്. പക്ഷേ നൽകിയ വാഗ്ദാനങ്ങളൊന്നും അവർ നടപ്പിലാക്കിയില്ല എന്ന് TDP പറയുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഗ്രൗണ്ട് ലെവലിൽ കുറച്ച് ആളുകളോട് സംസാരിച്ചു. അവർ പറയുന്നത് ഈ അസംബ്ലിയിൽ ജഗൻമോഹൻ റെഡ്ഡി നേരത്തെ ഉണ്ടാക്കിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല എങ്കിൽ പോലും ഒരു 90 മുതൽ 105 സീറ്റ് വരെയെങ്കിലും നേടി ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഉള്ളതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആന്ധ്രയിൽ അത് ഒരു തുടർ ഭരണത്തിന് വഴിയൊരുക്കുന്ന കാര്യമാകും. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് അത് ഏതു തരത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പറയാൻ ഈ ഘട്ടത്തിൽ വയ്യ. കാരണം ഏതാണ്ട് 50% വോട്ട് ഷെയർ ഉള്ള പാർട്ടിയാണ് YSR കോൺഗ്രസ്. 40%-ത്തിനടുത്ത് TDPക്ക് വോട്ട് ഷെയർ ഉണ്ട്. ഒരു BJP ബാന്ധവം കൂടി വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പ്രത്യേകിച്ച് മധ്യവർഗത്തിന് മുകളിലുള്ളവർ, അതുപോലെ കർഷകർ, ചെറുകിട കച്ചവടക്കാർ, യുവാക്കൾ, ഇവരുടെയൊക്കെ പിന്തുണ TDPക്കാണ് കൂടുതൽ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം മൈനോറിറ്റി, ശരി അലക്സ്, അതാണ് ആന്ധ്രയിലെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. ഏതായാലും ജനവിധി അന്തിമമായി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാളെ രാവിലെ 5 മണി മുതൽ 24-ൽ തത്സമയ സംപ്രേഷണം ഉണ്ടാകും, സമഗ്ര കവറേജ് ഉണ്ടാകും. 20 മണ്ഡലങ്ങളിൽ നിന്നും അതുപോലെ രാജ്യത്തിന്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും, അങ്ങനെ 543 മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ഏറ്റവും കൃത്യതയാർന്ന ആധികാരികതയോടെയുള്ള ഫലം ഏറ്റവും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് 24 ആകും. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രേക്ഷകർ 24നോടൊപ്പം തന്നെയാണുള്ളത്. ആ പ്രതീക്ഷ ഇക്കുറിയും നമുക്കുണ്ട്. ഇക്കുറിയും മാജിക് ഉണ്ട്, മാജിക് സ്ക്രീൻ ഉണ്ടാകും. അപ്പോൾ ആ സൂപ്പർ സർപ്രൈസിനായി പ്രേക്ഷകർ കാത്തിരിക്കുക. നാളെ രാവിലെ 5 മണി മുതൽ ഞങ്ങളുടെ ടീം സജ്ജമാകും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി റോഡ് ടു ഡൽഹി പൂർത്തിയാകുന്നു.